അമ്പലത്തിൽ പോകുന്നത് തെറ്റാണെന്ന് ഇടതുപക്ഷം പറയുന്നില്ലെന്ന് തിരുവനന്തപുരത്തെ LDF സ്വതന്ത്ര സ്ഥാനാർത്ഥി സുധീർ കരമന. എന്നാൽ അമിതമായ ഭക്തി കൊണ്ട് മറ്റുള്ളവരെ ദ്രോഹിക്കുന്നത് ശരിയല്ലെന്നും സുധീർ കരമന പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ദർശനം കഴിഞ്ഞ മാതൃഭൂമി ന്യൂസിനോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തിരുവനന്തപുരത്തെ LDF സ്ഥാനാർത്ഥി കരമന സുധീർ പത്മനാഭസ്വാമി ക്ഷേത്ര ദർശനമൊക്കെ കഴിഞ്ഞ് എത്തിയിരിക്കുകയാണ്. ഇന്ന് ഇവിടെ നിന്നാണ് പ്രചാരണം തുടങ്ങുന്നത്. നമ്മുടെ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ഇന്ന് കൊടിയേറുന്ന ദിവസമാണ്. ഭയങ്കര ഉത്സവത്തിൻ്റെ കൊടിയേറുന്ന ദിവസമാണ്. ഏറ്റവും കൂടുതൽ സന്തോഷത്തോടെ ഭക്തജനങ്ങൾ വരുന്ന ഒരു ദിവസം. എല്ലാവരോടൊപ്പം നിന്ന് കൊടിയേറ്റം കാണാൻ കഴിഞ്ഞു. ഒരു വലിയ കാര്യമായിട്ട് വലിയ സന്തോഷമാണ് തോന്നുന്നത്. അതിനോടൊപ്പം തന്നെ ഇവിടെ നിന്നപ്പോൾ കാണേണ്ട ഭക്തരോട് ഞാൻ വോട്ട് അപേക്ഷിച്ചു. എല്ലാവരും വളരെ പോസിറ്റീവാണ്. ക്ഷേത്ര ദർശനം സ്ഥിരം നടത്താറുണ്ടോ, വരാറുണ്ടോ? അതെ, ഞാൻ ക്ഷേത്രത്തിലും പള്ളിയിലും ഹോസ്പിറ്റലും എല്ലായിടവും പോകുന്ന ആളാണ്. സാധാരണ ഈ ഇടതുപക്ഷ നേതാക്കളൊക്കെ പൊതുവെ അങ്ങനെ പോകാറില്ല, എന്നാൽ പോകുന്നവരും ഉണ്ട്. എങ്കിൽ തന്നെയും അല്ല, അമ്പലത്തിൽ പോകുന്നത് തെറ്റൊന്നും അല്ല. നമ്മൾ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കേണ്ടത് ഇടതുപക്ഷത്തിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് ജാതി മതത്തിനും വർണ്ണത്തിനും സാമൂഹികമായ അനീതിക്കുമെതിരെ പോരാടുന്ന അതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഇടതുപക്ഷവുമായി നമ്മളെ അടുത്ത് നിർത്തുന്നത്. അതുകൊണ്ട് ഒരു ഡിസിപ്ലിൻ്റെ ഭാഗമായി ഭക്തി എന്ന് പറയുന്നത് തെറ്റായ ഒരു കാര്യമാണെന്ന് പറയുന്നില്ല. എന്ന് വെച്ച് അമിതമായ ഭക്തിയിൽ ഏറ്റുകൊണ്ട് മറ്റുള്ളവരെ ദ്രോഹിക്കുന്ന സിസ്റ്റം അത് പാടില്ല, അതൊരിക്കലും പാടില്ല. അതിനോട് ഒരിക്കലും ഇടതുപക്ഷം കൂട്ടുനിൽക്കാറുമില്ല. സുധീർ കരമന ഭക്തനാണ്. ഞാൻ ഭക്തനാണ്. പാലക്കാടത്തെ UDF സ്ഥാനാർത്ഥി രമേശ് പിഷാരടിക്കെതിരെ CPM-ന്റെ ഒരു നേതാവ് തോമസ് ഐസക്, മുതിർന്ന നേതാവാണ്, അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായ ഒരു പ്രതികരണം, അദ്ദേഹം കോമാളി എന്നൊക്കെ വിളിക്കുന്ന തരത്തിൽ അദ്ദേഹമൊക്കെ പ്രതികരിച്ചു. അതിനുശേഷം ഖേദം പ്രകടിപ്പിച്ചു. അത് ശരിയായോ? ഒന്ന് കടന്നുപോയെന്ന് തോന്നുന്നു. അദ്ദേഹം അങ്ങനെ ഉദ്ദേശിച്ചതല്ല മീഡിയയിൽ വന്നതോ അല്ലെങ്കിൽ മീഡിയക്കാർ ഏറ്റെടുത്തതോ പറഞ്ഞതോ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരിക്കലും രമേശ് പിഷാരടിയെക്കുറിച്ചോ അല്ലെങ്കിൽ മറ്റ് ഇതര രാഷ്ട്രീയ കക്ഷികളെക്കുറിച്ചോ CPM-ൽ നിന്നും ഇങ്ങോട്ട് എന്തെങ്കിലും പറയാതെ അങ്ങോട്ട് പറയുന്നതായിട്ട് ഇന്നേ വരെ കേട്ടിട്ടില്ല. അദ്ദേഹം എൻ്റെ നല്ല സുഹൃത്താണ് രമേശ് പിഷാരടി. ഞങ്ങൾ വളരെ നല്ല ബന്ധമുള്ള ആൾക്കാരാണ്. അതുകൊണ്ട് ഒരിക്കലും രമേശ് പിഷാരടിയെക്കുറിച്ചൊന്നും ഒരിക്കലും ഞാനും പറയില്ല. അദ്ദേഹം ഉദ്ദേശിച്ചിരിക്കുന്നതും അത് തന്നെയാണ്. ഒരിക്കലും ആ അർത്ഥത്തിൽ എടുക്കണ്ട. പത്മനാഭൻ്റെ മണ്ണിപ്രാവശ്യം നിലനിർത്തും എന്നുള്ളതാണ്. LDF നിലനിർത്തും. അങ്ങനെ ഏതായാലും പ്രചാരണം ഇങ്ങനെ കൊടുമ്പിരി കൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് സുധീർ കരമന. മറനൂബിനൊപ്പം AK സ്റ്റെഫിൻ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.